IPL പ്ലെയേഴ്സ് റിട്ടൻഷൻ പോളിസി ഗവേണിംഗ് ബോഡി പുറത്തുവിട്ടു. എല്ലാ ടീമുകൾക്കും തങ്ങളുടെ കോർ ഗ്രൂപ്പിനെ നിലനിർത്താൻ അവസരമുണ്ട്. 5 ക്യാപ്ഡ് പ്ലെയേഴ്സിനെ അടക്കം 6 താരങ്ങളെ വരെ അവർക്ക് കൂടെ നിർത്താം. മുംബൈ ഇന്ത്യൻസിന്റെ റിട്ടൻഷൻ സാധ്യതകളെക്കുറിച്ചാണ് ഈ വീഡിയോ. എല്ലാ IPL അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത്തിനെ ചുറ്റിപ്പറ്റി ഒരുപാട് റൂമേഴ്സ് നിലവിലുണ്ട്. അതൊക്കെ മാറ്റി നിർത്താം. രോഹിത്തും മുംബൈയും ഒരുമിച്ച് പോകാനാണ് തീരുമാനമെങ്കിൽ ലിസ്റ്റിൽ ഹിറ്റ്മാനും ഉണ്ടാകും, അതും മുൻനിരയിൽ തന്നെ. T20 വേൾഡ് കപ്പ് ചാമ്പ്യനായിട്ടാണ് T20Iയിൽ നിന്ന് താരം വിരമിച്ചത്. ക്യാപ്റ്റൻസിയെ ചോദ്യം ചെയ്യാൻ നിലവിലെ ഒരു IPL ക്യാപ്റ്റനും സാധിക്കില്ല. ആരാധകർക്കും രോഹിത്തിനെ മറ്റൊരു ജേഴ്സിയിൽ സങ്കല്പിക്കാനാകില്ല. അതുകൊണ്ടുതന്നെ ആ ലിസ്റ്റിൽ രോഹിത്തിന്റെ പേര് ഉറപ്പായും ഉണ്ടാകും. ഹർദിക് പാണ്ഡ്യയുടെ മുംബൈയിലേക്കുള്ള തിരിച്ചുവരവ് വൻ പരാജയമായിരുന്നു. എങ്കിലും തങ്ങളുടെ ക്യാപ്റ്റനെ കൈവിടാൻ മുംബൈ മാനേജ്മെന്റ് തയ്യാറാകില്ല. ഹർദിക്കിനെ ഫോക്കസ് ചെയ്ത് തന്നെയായിരിക്കും 2025-ൽ അവരുടെ പ്ലാൻ. ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെ ഹർദിക്കിന്റെ പേരും ഉണ്ടാകും. അതിന്റെ നേരെ ക്യാപ്റ്റൻസി ബാഡ്ജ് ഉണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അടുത്ത 2 പേരുകൾ പറയാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഒന്ന് T20 ക്രിക്കറ്റിലെ ബെസ്റ്റ് ഇൻ ദ വേൾഡ്, മറ്റൊരാൾ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ബൗളർ സൂര്യകുമാർ യാദവ് ആൻഡ് ജസ്പ്രീത് ബുംറ. രോഹിത്തിന്റെയും ഹർദിക്കിന്റെയും കാര്യത്തിലുള്ള ആശങ്കകൾ ഇവരുടെ കാര്യത്തിലില്ല. ലോയൽറ്റി എന്താണെന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണ് സ്കൈയും ബുംറയും. പണത്തിനോ പദവിക്കോ ഇവരെ മറ്റു ഫ്രാഞ്ചൈസികളിലേക്ക് എത്തിക്കാനാകില്ല. യങ് മിഡിൽ ഓർഡർ ബാറ്റർ തിലക് വർമ്മയും മുംബൈയുടെ റിട്ടൻഷൻ ലിസ്റ്റിലുണ്ടാകും. ഓപ്ഷനിൽ വിട്ടുകൊടുത്താൽ ഒരിക്കലും തിലകിനെ തിരികെ എത്തിക്കാൻ മുംബൈക്കാകില്ല. ഒരു RTM കാർഡെങ്കിലും ബാക്കി വെക്കേണ്ടിയും വരും. അൺക്യാപ്ഡ് പ്ലേയേഴ്സിൽ ഒരുപാട് ചോയ്സുകൾ മുംബൈക്കുണ്ട്. നേഹൽ വധേര, ആകാശ് മദ്വാൾ എന്നിവർ തമ്മിലായിരിക്കും പ്രധാന മത്സരം. ഒക്ടോബർ 31-നകം ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കണമെന്നാണ് BCCI നിർദ്ദേശം. അതുവരെ കണക്കുകൂട്ടലുകൾ തുടരും.